ഹലോ ഫ്രണ്ട്സ്, അല്ലു അർജുനെ നായകനാക്കി സുകുമാർ സംവിധാനം ചെയ്തൊരുക്കിയ പാൻ ഇന്ത്യൻ മാസ് സിനിമയായിരുന്നു പുഷ്പ 2. സിനിമയുടെ തമിഴ് പ്രിന്റ് കഴിഞ്ഞ ദിവസം ലീക്കായിരുന്നു. 500 കോടിക്കടുത്ത് മുതൽ മുടക്കിൽ വന്ന ചിത്രം വമ്പൻ കളക്ഷനാണ് ഇതിനോടകം സ്വന്തമാക്കിയിട്ടുള്ളത്. പുഷ്പയ്ക്ക് ഇതായിപ്പോൾ നോർത്ത് ഇന്ത്യയിലും ഇൻഡസ്ട്രി ഹിറ്റ് സ്ഥാനം കിട്ടിയിട്ടുണ്ട്. 627 കോടി നേടിയ സ്ത്രീ 2 എന്ന സിനിമയെ മറികടന്നാണ് അല്ലു അർജുൻ്റെ പുഷ്പ നോർത്ത് ഇന്ത്യയിൽ ഇൻഡസ്ട്രി ഹിറ്റായി മാറിയിട്ടുള്ളത്. ഈ റെക്കോർഡിന് കുറേ കാലം പുഷ്പയുടെ കയ്യിൽ തന്നെ ഇരിക്കും. കേരളത്തിൽ നിന്ന് 17 കോടി 81 ലക്ഷം രൂപയും തമിഴ്നാട്ടിൽ നിന്ന് 70 കോടി 57 ലക്ഷം രൂപയും കർണാടകയിൽ നിന്ന് 88 കോടി 75 ലക്ഷം രൂപയും തെലുങ്കിൽ നിന്ന് 283 കോടി 50 ലക്ഷം രൂപയും ചിത്രം നേടിയിട്ടുണ്ട്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 737 കോടി 67 ലക്ഷം രൂപയാണ് സിനിമയ്ക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ളത്. 16 ദിവസം കൊണ്ട് ഇന്ത്യയിൽ നിന്ന് മൊത്തത്തിൽ 1198 കോടി 30 ലക്ഷം രൂപയും ഓവർസീസിൽ നിന്ന് 237 കോടി രൂപയും നേടിയ സിനിമയുടെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ 1435 കോടി 30 ലക്ഷം രൂപയാണ്. ഈ വർഷത്തെ ഏറ്റവും വലിയ വിജയ സിനിമയായിട്ടാണ് അല്ലു അർജുൻ്റെ പുഷ്പ 2 മാറിയിട്ടുള്ളത്. ഉണ്ണി മുകുന്ദനെ നായകനാക്കി ഹനീഫ് അദേനി സംവിധാനം ചെയ്തൊരുക്കിയ മാസ് ആക്ഷൻ സിനിമയായിരുന്നു മാർക്കോ. ഫസ്റ്റ് ഡേ തന്നെ പ്രേക്ഷകരെല്ലാം ഏറ്റെടുത്ത സിനിമയുടെ ആദ്യ ദിവസത്തെ കളക്ഷൻ പുറത്തു വന്നിട്ടുണ്ട്. 30 കോടി ബഡ്ജറ്റിൽ വന്ന ചിത്രം കേരളത്തിൽ നിന്ന് 4 കോടി 45 ലക്ഷം രൂപയാണ് ആദ്യ ദിനം സ്വന്തമാക്കിയിട്ടുള്ളത്. ഒരു എ സർട്ടിഫിക്കറ്റ് സിനിമയ്ക്ക് ലഭിക്കാവുന്ന വളരെ മികച്ച ഓപ്പണിംഗ് കളക്ഷൻ തന്നെയാണിത്. അതുപോലെ ഈ വർഷത്തെ 4th ഹയസ്റ്റ് കേരള എഫ്റ്റ് നേടുന്ന മലയാള സിനിമ കൂടിയാണ് മാർക്കോ. ഇന്ത്യയിൽ നിന്ന് മൊത്തത്തിൽ 4 കോടി 95 ലക്ഷം രൂപയും വിദേശത്ത് നിന്ന് 4 കോടി 55 ലക്ഷം രൂപയും ചിത്രം സ്വന്തമാക്കി. 9 കോടി 50 ലക്ഷം രൂപയാണ് സിനിമയുടെ ടോട്ടൽ വേൾഡ് വൈഡ് ഫസ്റ്റ് ഡേ കളക്ഷൻ. രണ്ടാം ദിവസമായ ഇന്ന് ഇതിനേക്കാൾ കൂടുതൽ കളക്ഷൻ കിട്ടുമെന്നതിൽ സംശയമില്ല. വീക്കെൻഡിൽ തന്നെ ചിത്രം ബഡ്ജറ്റ് തിരിച്ചു പിടിക്കും. ക്രിസ്മസ് റിലീസുകളായി എത്തിയ സിനിമകളിൽ പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിയ റൈഫിൾ ക്ലബ്ബ് ഉണ്ടായിരുന്നെങ്കിലും മാർക്കോ വന്നതോടുകൂടി റൈഫിൾ ക്ലബിൻ്റെ ബുക്കിംഗ് ഒക്കെ കുറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ പോയാൽ ക്രിസ്മസ് വിന്നർ ഉണ്ണിമുകുന്ദൻ്റെ മാർക്കോ തന്നെ ആവാനാണ് സാധ്യത കൂടുതൽ. ഇനി ലാലേട്ടൻ്റെ ബറോസ് മാത്രമാണ് ക്രിസ്മസ് റിലീസായി മലയാളത്തിൽ എത്താനുള്ളത്. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് കാത്തിരിക്കുക.